2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ടി.എൻ. പ്രതാപൻ. എന്നാൽ അപ്രതീക്ഷിതമായ മുരളീധരന്റെ കടന്നുവരവ് ടി.എൻ. പ്രതാപന്റെ അവസരം നിഷേധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 4,15,089 വോട്ടുകൾ നേടി വിജയിച്ച കോൺഗ്രസ് നേതാവ് കൂടിയാണ് ടി.എൻ. പ്രതാപൻ. തൃശൂർ ജില്ലയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം പരിശോധിച്ചാൽ തീരദേശ മേഖലയിൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നുകൂടി കാണാൻ സാധിക്കും. ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ തീരദേശ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ പ്രതാപനോളം ഇപ്പോഴത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരനോ മറ്റു മുന്നണി സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിക്കോ VS സുനിൽകുമാറിനോ സാധിക്കില്ല എന്നതും വസ്തുത തന്നെയാണ്. ഇനി നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് എങ്കിൽ പ്രതാപന്റെ സ്വന്തം തട്ടകം എന്ന് പറയുന്ന നാട്ടിക മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും തള്ളിക്കളയാനാകില്ല. അതായത് അദ്ദേഹത്തിന്റെ പ്രസക്തി അത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭരണകൂടത്തിന്റെ ശ്രദ്ധ നേരിട്ട് കിട്ടേണ്ട ഒരു ജനവിഭാഗത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ എന്ന പോലെ തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ഇത്തവണത്തെ കോൺഗ്രസിന്റെ നയമനുസരിച്ച് സിറ്റിംഗ് MPമാർ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ആലപ്പുഴയിലും തൃശ്ശൂരിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ആലപ്പുഴയിൽ ഇത്തവണ KC വേണുഗോപാലും തൃശ്ശൂരിൽ കെ മുരളീധരനും UDFന്റെ സ്ഥാനാർത്ഥികളായി മാറി. തൃശ്ശൂരിലെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് ഒറ്റ രാത്രിയുടെ വ്യത്യാസത്തിലായിരുന്നു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമാണ് ടി.എൻ. പ്രതാപനെ മാറ്റി പകരത്തിന് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന് പുറകിലെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ വിജയ സാധ്യതയും സ്വാധീനവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ളതും വസ്തുത തന്നെയാണ്. ടി.എൻ. പ്രതാപനെ മാറ്റി നിർത്തിയപ്പോൾ അടുത്ത നിയമസഭയിലേക്ക് പരിഗണിക്കാം എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞ ആശ്വാസവാക്ക്. എന്നാൽ വിജയ സാധ്യതയും സ്വീകാര്യതയും പരിഗണിച്ചുകൊണ്ട് കെ മുരളീധരന് അവസരം നൽകുമ്പോൾ ടി.എൻ. പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ചിലപ്പോഴെല്ലാമായി കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണന ടി.എൻ. പ്രതാപനെതിരെ ഉണ്ടാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് JS അടൂർ എന്ന KPCC നയരൂപീകരണ സമിതി ചെയർമാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: ചിലരൊക്കെ പണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ പുസ്തകം വായിച്ചത് ഓർത്ത് വിതുമ്പി എന്ന് കണ്ടു. കേരളത്തിൽ എല്ലായിടത്തും കറണ്ട് വന്നതൊക്കെ തുടങ്ങിയത് 1980-90കളിലാണ്. 1950-60കളിലും 70കളുടെ ആദ്യമൊക്കെ ജനിച്ചവരിൽ ഭൂരിപക്ഷവും മണ്ണെണ്ണ വിളക്ക് വെച്ച് തന്നെയാണ് വായിച്ചത്. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് പുസ്തകങ്ങൾ വായിച്ചത്. ഏറ്റവും അടുത്ത സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചതും. ഉച്ചയ്ക്ക് സ്കൂളിൽ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓർത്ത് കരച്ചിലും വിതുമലും സ്വയം സഹതാപവും തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ വിക്ടിംഹുഡ് പോസ്റ്റിംഗ് ഒക്കെ ബോറാണ്. ഇത് മാത്രമല്ല, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. മണ്ണെണ്ണ വിളക്ക് ചരിതം ഇന്നലെ മനോരമ വാചകമേളയിൽ ഉണ്ടെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് പത്രം കണ്ടില്ല. ഇത്തരത്തിലായിരുന്നു ആ ആക്ഷേപകരമായ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകളും ഇദ്ദേഹത്തിന്റെ ഇതേ പല്ലവി ആവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട സാഹചര്യം പരിശോധിച്ചാൽ മനോരമ ന്യൂസ് ചാനലിന് ടി.എൻ. പ്രതാപൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എന്ന് കാണാം. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഒരു ബുക്ക് വായിച്ചിരിക്കെ അച്ഛൻ വന്ന് വിളക്കൂതിയെന്നും തനിക്കത് വളരെ വിഷമകരമായി തോന്നി എന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ പിറ്റേ ദിവസത്തേക്ക് ചിമ്മിനി ഇല്ലാത്തതിനാലാണ് അച്ഛൻ അങ്ങനെ ചെയ്തതെന്നും എന്നാൽ അദ്ദേഹത്തിന് വിഷമമായതറിഞ്ഞ് അച്ഛൻ ചേർത്ത് പിടിച്ചു എന്നുമാണ് അഭിമുഖത്തിൽ പറയുന്നത്. തീർത്തും വിഷമത്തോടെ പറഞ്ഞ ആ സന്ദർഭത്തെയാണ് JS അടൂർ ഇത്തരത്തിൽ വിമർശിക്കുന്നത്. കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള അനുഭവങ്ങളോട് മുഖം തിരിക്കുന്ന മനോഭാവം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രമാത്രം ഉചിതമാണ് എന്നുള്ളത് പ്രസക്തമാണ്. മറ്റൊന്ന്, സ്വന്തം പാർട്ടിയിലെ ഒരു പ്രവർത്തകന്റെ അനുഭവങ്ങളോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന നിലപാട് കോൺഗ്രസ് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും?